മലബാർ ദേവസ്വം ബോർഡും സർക്കാരും തുടരുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച് സമരം ശക്തമാക്കാനൊരുങ്ങി ക്ഷേത്ര ജീവനക്കാർ. ശമ്പള പരിഷ്കരണവും ആനുകൂല്യങ്ങളും ആവശ്യപ്പെട്ട തിങ്കളാഴ്ച മുതൽ പ്രത്യക്ഷ സമരപരിപാടികളിലേക്ക് നീങ്ങാനാണ് ജീവനക്കാരുടെ സംഘടനകളുടെ തീരുമാനം. 2020 പ്രഖ്യാപിച്ച ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക, തിരുവിതാംകൂർ കൊച്ചി ദേവസ്വം ബോർഡുകൾക്ക് സമാനമായ പരിഷ്കരണം കൊണ്ടുവരിക തുടങ്ങിയ ആവശ്യങ്ങളാണ് ജീവനക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. ഓണത്തിനു മുമ്പ് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുക, ഓണം ബോണസ് പ്രഖ്യാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മലബാർ ദേവസ്വം സ്റ്റാഫ് യൂണിയൻ അടക്കം പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നത്. ഈ പറഞ്ഞ രീതിയിൽ ഇക്കൊല്ലം ശമ്പള പരിഷ്കരണം ഇക്കൊല്ലം ആർക്കും യാഥാർത്ഥ്യമാകുന്നതായിട്ടുള്ള അവസ്ഥാവിശേഷം ഇല്ല. ഇക്കൊല്ലം കുറേ റിട്ടയർ ആകുന്ന കുറേ ആൾക്കാർ, ഈ മാസം കഴിഞ്ഞ മാസവും ഈ മാസവും വരുന്ന മാസങ്ങളൊക്കെ റിട്ടയർ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്കൊന്നും പുതിയ ശമ്പള പരിഷ്കരണത്തിൻ്റെ യാതൊരു ആനുകൂല്യവും കിട്ടാതെ റിട്ടയർ ചെയ്യേണ്ടതായിട്ടുള്ള അവസ്ഥാവിശേഷമാണ് വരുന്നത്. പിന്നെ പോരാത്തതിന് കഴിഞ്ഞ കൊല്ലം ഓണത്തിന് ഒരു സ്പെഷ്യൽ ബത്ത എന്നുള്ള രീതിയിൽ ചെറിയൊരു ആശ്വാസം എന്നുള്ള രീതിയിൽ 7,000 രൂപ എല്ലാ ഗ്രേഡ് ജീവനക്കാർക്കും കൊടുത്തിരുന്നു. അത് ഇക്കൊല്ലം അതിനെക്കുറിച്ച് യാതൊരു തരത്തിലൊരു സംസാരം കൂടെ ഇതുവരെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സംസാരിച്ചപ്പോഴത്തേക്ക് അതിനെക്കുറിച്ച് ആലോചിക്കട്ടെ എന്നാണ് മറുപടി. മലബാർ ദേവസ്വത്തിന് കീഴിലുള്ള ഉയർന്ന വരുമാനമുള്ള ക്ഷേത്രങ്ങളിലെ ജീവനക്കാർക്ക് മാത്രമാണ് നിലവിൽ ശമ്പള വർധനവ് നടപ്പിലാക്കിയിരിക്കുന്നത്. CD വിഭാഗങ്ങളിലായി ക്ഷേത്ര ജീവനക്കാർ കുറഞ്ഞ വരുമാനത്തിലാണ് ജോലി ചെയ്യുന്നത്. നിരവധി തവണ ബന്ധപ്പെട്ടവർക്ക് നിവേദനം നൽകിയിട്ടും സെക്രട്ടേറിയറ്റിന് മുന്നിലടക്കം സമരം നടത്തിയിട്ടും തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് ജീവനക്കാർ പറയുന്നത്. ശമ്പള പരിഷ്കരണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യവും ശക്തമാണ്. സർക്കാർ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് ജീവനക്കാരുടെയും സംഘടനകളുടെയും തീരുമാനം. ജനം, കോഴിക്കോട്.